ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന് വെയിറ്റേജ് വരുന്നത് 1 മാർക്കാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ററിലായിക്കോട്ടെ ഫൈനലിലായിക്കോട്ടെ ഈ ചാപ്റ്ററിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്ന കൺസെപ്റ്റ് വൈസിലായിട്ട് എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എക്സാമുകളിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താം. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നുള്ളത് നോക്കാം. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഈക്വൽ അല്ല, പക്ഷെ അത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. Inequalities are statement where two quantities are unequal but a relationship exists between them. അത് തമ്മിൽ ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ അത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഇൻഇക്വാലിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവാം. ഓക്കെ അല്ലേ? ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദ സൊല്യൂഷൻ. വൺ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് അല്ലെങ്കിൽ വൈ മാത്രമുള്ളതിനെയാണ് വൺ വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ് അല്ലെങ്കിൽ വൈ മാത്രമുള്ളതിന് എക്സ് ഓർ വൈ വരുന്ന സമയത്താണ് നമ്മൾ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് ടു വേരിയബിൾ. ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും എക്സ് ആൻഡ് വൈ വരുന്ന രണ്ടും കൂടി വരുന്നതിനാണ് ടു വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വൺ വേരിയബിൾ ആണ്. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ടു വേരിയബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൊല്യൂഷൻ സ്പേസ്. ഈ ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് നോക്കാനുള്ളത് ആകെ ഈ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഈ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നതിന് തന്നെ അതിന് വേറും മറ്റു പേരുകളുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. ഫസ്റ്റ് നമ്മൾ പറയാം സൊല്യൂഷൻ സ്പേസ് എന്ന് പറയും. സൊല്യൂഷൻ സ്പേസ് എന്ന് പറയും. ഓക്കെ അല്ല? അത് അതിന്റെ രണ്ടാമത്തെ പേരാണ് കോമൺ റീജൻ. കോമൺ റീജൻ. മൂന്നാമത് പറയുന്ന പേരാണ് ഫീസിബിൾ ഏരിയ. ഫീസിബിൾ ഏരിയ. ഓക്കെ അല്ലേ? ഈ 3 പേര്. ഈ സാധനങ്ങൾ എന്താണ് സൊല്യൂഷൻ സ്പേസ് എന്നുള്ളതാണ് ഇനി നോക്കാൻ വേണ്ടി. മൂന്നും സെയിം തന്നെയാണ്. മൂന്നിനും പറയുന്ന വേറെ മറ്റു പേരുകളാണ് കോമൺ റീജന് അല്ലെങ്കിൽ ഫീസിബിൾ. ഓക്കെ അല്ലേ? അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എക്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എക്സും 2 തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും ഈ കൂടുതലോ അല്ലെങ്കിൽ 2 ആണെന്നാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 0 1 2 3 4 അങ്ങനെ പോകും. അതേപോലെ ഈ ഭാഗത്തേക്ക് നെഗറ്റീവ് പോകും. ഓക്കെ അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2വിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എക്സിന്റെ വാല്യൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഡാർക്ക് ആക്കി വരയ്ക്കുന്നതിനാണ് നമ്മൾ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഡാർക്ക് ആക്കി വരയ്ക്കുന്നതിനാണ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോ ഈക്വൽ ടു എന്ന് വന്നു. ഇപ്പൊ സപ്പോസ് ഈക്വൽ ടു ഇല്ല എന്ന് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രാഫിൽ എങ്ങനെയായിരിക്കും ഡിഫറൻസ് വരാം? ഈക്വൽ ടു ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രാഫില് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിൽ നിന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈക്വൽ ടു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് 2 ഉള്ളത്. ഈ 2 എന്നല്ലാണ് 2 കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യും. സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സ്റ്റാർട്ട് ചെയ്യുക 2 കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇത് 1 വേരിയബിൾ വരുന്ന കേസാണ്. ഈ 2 വേരിയബിൾ വരുന്ന കേസ് പറയുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ 3x പ്ലസ് വൈ ഈസിക്കൽ ടു 6. 3x പ്ലസ് വൈ ഈസിക്കൽ ടു 6. ഇതിന്റെ ഈക്വൽ ടു അല്ല നമ്മൾ റിലേഷൻഷിപ്പ് പറയുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്തെങ്കിലും ആവട്ടെ. ഗ്രേറ്റർ ദാൻ 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ പഠിക്കാന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സൊല്യൂഷൻ സ്പേസ് കാണാന്നുള്ള കാര്യം നോക്കാം. ഇപ്പം നമ്മളൊരു എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് ഗ്രാഫിലേക്ക് റെപ്രസെന്റ് ചെയ്യുക? 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ആക്കിയത് മാറ്റാന്നുള്ളത് നോക്കുന്നത്. എക്സ് ആക്സിസ് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്.
എക്സ് ആക്സിസിൽ റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 -4 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വൈ ആക്സിസിൽ അപ്പർ പാർട്ടിലേക്ക് 1 പോസിറ്റീവ് ആയിരിക്കും വരാം, ലോവർ പാർട്ടിലേക്ക് നെഗറ്റീവ് ആയിരിക്കും വരാം. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഈ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് വൈക്ക് എന്തായിരിക്കും വാല്യൂ വരാം? 6 എന്നല്ല വരാം. ഈ ഗ്രേറ്റർ ദാൻ വരെ ഈക്വൽ ടു ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വൈക്ക് എന്തായിരിക്കും വാല്യൂ വരാം? 6 എന്നല്ലേ? 3x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 എന്ന് എടുത്താൽ വൈ ഈക്വൽ ടു 6 എന്ന് വരും. ദാറ്റ് മീൻസ് ഫസ്റ്റ് 0 ഇതിന് 0 വരുമ്പോൾ വൈക്ക് 6 എന്ന് വരും. എക്സിന് 0 എന്ന് വരുമ്പോൾ വൈക്ക് 6 എന്ന് വരും. 0,6 എന്നുള്ളത് നമ്മൾ ഗ്രാഫിൽ എവിടാണ് ഈ പോയിന്റ് വരാം? 0,6 എന്നുള്ളത് എക്സിന് 0 എന്ന് പറയുമ്പോൾ ഈ ലൈനിലായിരിക്കും വരാം അല്ല? എക്സിന് 0 എന്ന് പറയുമ്പോൾ ഈ ലൈനിലായിരിക്കും വരാം. വൈക്ക് ദാറ്റ് മീൻസ് എക്സിന് 0 എപ്പോഴാണ്? ഇപ്പോഴാണ് അല്ലെ? ഇവിടെ അല്ലേ 0 വരുന്നത്? ദാറ്റ് മീൻസ് ഇങ്ങനായിരിക്കും എക്സിന്റെ വാല്യൂ പോകുന്നുണ്ടാവും. വൈക്ക് 6 എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും വരാം? വൈക്ക് 6 എന്ന് പറഞ്ഞാല് വൈക്ക് 6 എന്ന് പറയുന്ന സമയത്ത് 1 2 3 4 5 6 ഇവിടാണ് 6 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 0,6 എന്നുള്ളത് എവിടെ ആയിരിക്കും വരാം? ഈ പോയിന്റിൽ എക്സിന് 0യും വൈക്ക് 6ഉം. ഇപ്പൊ 1,2 ആണെന്നുണ്ടെങ്കിലോ എക്സിന് 1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്, വൈക്ക് 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്, 1,2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലായിരിക്കും വരാം. നമുക്ക് വേണ്ടത് എന്താണ്? 0,6 ആണ്. 0,6 എന്ന് പറഞ്ഞാൽ എക്സിന് 0 വരെ ഈ പോയിന്റിലായിരിക്കും, വൈക്ക് 6 വരെ ഈ പോയിന്റിലായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെയാണ് 0,6 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരാം അല്ലെ? ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുന്ന സമയത്ത് എന്താ വരാം? 3x ഈസിക്കൽ ടു 6 എന്ന് വരും അല്ലെ? വൈക്ക് 0 കൊടുത്താൽ 3x ഈസിക്കൽ ടു 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x ഈസിക്കൽ ടു 6/3 2 എന്ന് വരും അല്ലെ? വൈക്ക് 0 കൊടുക്കുന്ന സമയത്ത് വൈക്ക് 0 കൊടുക്കുന്ന സമയത്ത് എക്സിന് 2 എന്ന് വരും അല്ലെ? അടുത്ത പോയിന്റ് വരുന്നത് 2,6. എക്സിന് 0 വരാന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ തന്നെ വരാം. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, എക്സിൽ വരാന്ന് പറഞ്ഞാൽ ഇവിടെ. ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും 2,0 വരുന്നത്. ഈ 2 പോയിന്റ് കിട്ടിയില്ലേ? ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുക അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ 2 വേരിയബിൾ വരുന്ന ഗ്രാഫ് വരയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ ഫീസിബിൾ ഏരിയ അല്ലെങ്കിൽ കോമൺ റീജൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഗ്രാഫിന്റെ ഫീസിബിൾ ഏരിയ ഒറിജിൻ, ഈ 0 വരുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയാം. ഈ ഒറിജിൻ അല്ലാണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരിക്കും അതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഈ ഭാഗത്തേക്കാണ് അതിന്റെ ഏരിയ വരാന്നാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് ഈ ഇക്വേഷന് 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണെന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിന്റെ ഫീസിബിൾ ഏരിയ വരെ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും ഇതിന്റെ ഷെയ്ഡ് പോവുക. ഓക്കെ അല്ലേ? ഇങ്ങോട്ടേക്കായിരിക്കും ഇതിന്റെ ഷെയ്ഡ് പോകുന്നുണ്ടാവാം. ഓക്കെ, ഈ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഒറിജിന് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതാ 3x പ്ലസ് ഈ ഭാഗത്തേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അവരത് ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ ഒറിജിന്റെ ഭാഗത്തേക്ക് വന്ന്, ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്ക്, ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ അല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരിക്കും റീജൻ വരുന്നുണ്ടാവും. ഇത്രയേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ചാപ്റ്ററിലെ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഒന്നും കൂടി ഈ കൺസെപ്റ്റ് ഒന്നും കൂടി ഒന്ന് പക്കാക്കാം. എങ്ങനെയാണ് അതിന്റെ ആൻസർ എന്നുള്ളത് ഒന്ന് പക്ക, ഏതൊക്കെ രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് നോക്കാം. ഇത്രേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ട് അതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കും. അതല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഫീസിബിൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? An employer recruit experienced and fresh workmen for his firm under the condition that he cannot employ more than 9 people. X and Y can be related by the inequalities.
ആദ്യം ഞാൻ എല്ലാ ചാപ്റ്ററിലും പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ആ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കുക, നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക. അതിനുശേഷം ആൻസറിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇനി മൂന്നാമത് ചെയ്തോ ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ ഭാഗത്ത് ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്നുള്ളതും നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കി. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ് എന്നും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ വൈ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫ്രഷേഴ്സും എക്സ്പീരിയൻസും കൂടി കൂട്ടുന്ന സമയത്ത് കനോട്ട് മോർ ദാൻ, ഇവർ രണ്ടുപേരും കൂട്ടുന്ന സമയത്ത് 9 കൂടുതലാവാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണ് പറയുന്നത്. 9 കൂടുതലാവാൻ വേണ്ടി പാടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് രണ്ടുപേരും വേണം. രണ്ടുപേരും റിക്വയർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്, ഫ്രഷേഴ്സിനെയും എടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ എന്താ പാടില്ല, 9 കൂടാൻ പാടില്ല. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അല്ല, എക്സും വൈയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് വരുന്നത്. അല്ല, ഇതിലിപ്പോ ഫസ്റ്റത്തെ ഓപ്ഷൻ പറഞ്ഞ് എക്സും വൈയും കൂടി കൂട്ടി കഴിഞ്ഞാൽ 9 ആവരുതെന്നാണ്. അങ്ങനെയല്ലല്ലോ. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് 9 കുറവാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സി പറയുന്നത് 9 കൂടുതലാണ്. ഇവിടെ കനോട്ട് മോർ ദാൻ 9 എന്നാണ് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സിയും അല്ല. ഓക്കെ അല്ല, അപ്പൊ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 0 ആവാൻ പാടില്ല, 0 കൂടുതലായിരിക്കണം. ഓക്കെ, വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാലും 0 കൂടുതലോ ആയിരിക്കണം. ഓക്കെ അല്ലെ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ളത്. പിന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, പിന്നെ അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ് ഓഫ് ദ ഇൻഇക്വാലിറ്റീസ് ആർ ഡ്രോൺ ബിലോ. ഈ തന്നിട്ടുള്ള ഗ്രാഫിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഗ്രാഫ് ഓഫ് ദ ഇൻഇക്വാലിറ്റീസ് ആർ ഡ്രോൺ ബിലോ. L1 graph of the inequalities are drawn below. L1 2x plus y equal to 9 ആണ്. L2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 ആണ്. L3 അത് നാലുത്തിന്റെ എന്താണ് ഫംഗ്ഷൻ, L1, L2, L3, L4 എന്താന്ന് തന്നിട്ടുണ്ട്. ദ കോമൺ റീജിയൻ ഷെയ്ഡഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ഓൺ ദ ഡയഗ്രാം ഈസ് എക്സ്പ്രസ്ഡ് ബൈ സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ്. എന്താ ഒരു ഓൾറെഡി ഫീസിബിൾ ഏരിയ അല്ലെങ്കിൽ കോമൺ റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോമൺ റീജിയൻ വെച്ചിട്ട് നമ്മളോട് ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഫസ്റ്റത്തെ L1 നോക്കാം. L1 എന്നാൽ 2x plus y അല്ലെ. എല്ലാത്തിലും ഫസ്റ്റ് 2x plus 1, 2x plus y, 2x plus y എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2x plus y Ly എന്നുള്ളത് ഈ ലൈൻ അല്ലേ. ഈ ലൈനിന്റെ ഗ്രാഫ് എങ്ങോട്ടേക്കാ പോയിട്ടുള്ളത്, ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്കല്ല ഗ്രാഫ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒറിജിന്റെ ഓപ്പോസിറ്റിലല്ലേ ഇതിന്റെ ഷെയ്ഡ് പോയിട്ടില്ല. ഒറിജിന്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ആയിരിക്കും വരാം. ഇതിൽ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ ലെസ് ദാൻ ആണല്ലോ. ഓപ്ഷൻ ബിയിൽ ഗ്രേറ്റർ ദാൻ ആണ്, ഓപ്ഷൻ സിയിലും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ബിയോ സിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് L2 നോക്കാം. L2ൽ എക്സ് പ്ലസ് വൈ L2 എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെതും ഓപ്പോസിറ്റിലേക്കല്ല ഷെയ്ഡ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് L2ൻ്റെതും ഗ്രേറ്റർ ദാൻ ആണ് വരാം. L2 എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ, ഓപ്ഷൻ ബിയിൽ ലെസ് ദാൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സിയിൽ ഗ്രേറ്റർ ദാൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് അപ്പം തന്നെ കൺഫേം ചെയ്യുന്നാലും നമുക്ക് L3യും L4ഉം കൂടി നോക്കാം. L3ൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇതാണ് ലൈൻ വരുന്നത്. ഈ ലൈനിൻ്റെതും ഗ്രാഫ് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ എന്നായിരിക്കും വരുന്നുണ്ടാവും. L3ക്കും ഗ്രേറ്റർ ദാൻ എന്നാണ് വന്നിട്ടുള്ളത്. ഇനി L4ന്റെ ഗ്രാഫ് ലൈൻ വരുന്നത് ഇതാണ്. ഇതിൻ്റെതും മുകളിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും വരാം. ദാറ്റ് മീൻസ് ഇതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ്. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഈ എക്സിന്റെയും വൈന്റെയും ഈ ഫീസിബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കോർഡിനേറ്റർ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ആളുടെ എക്സ് ഇതുണ്ടാവാം. എക്സും വൈ ആക്സ് വരയ്ക്കും ഇങ്ങനെ ആയിരിക്കില്ല. ഇതിന് ഫസ്റ്റ് കോർഡിനേറ്റർ, ഇതിന് സെക്കൻഡ് കോർഡിനേറ്റർ, ഇതിന് തേർഡ് കോർഡിനേറ്റർ, ഇതൊരു ഫോർത്ത് കോർഡിനേറ്റർ എന്നാണ് നമ്മൾ പറയാം. അതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0-നെക്കാട്ടി കൂടുതൽ. മീൻസ് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വൈന്റെ വാല്യൂ പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഈ റീജിയൻ അല്ല, ഫസ്റ്റ് കോർഡിനേറ്റർ അല്ല. ദാറ്റ് മീൻസ് ഈ
ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഫീസിബിൾ ഏരിയ വരാന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? ഇതിന്റെ ഇങ്ങോട്ടേക്ക് ഗ്രാഫ് പോയിട്ടില്ലല്ലോ. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെയും ഗ്രാഫ് വരയ്ക്കാമായിരുന്നു. പക്ഷെ അവരവിടെ വരച്ചിട്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ടും ഗ്രാഫ് പോയിട്ടില്ലല്ലോ. അതാണ് ഈ ലാസ്റ്റത്തെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി അടുത്ത പറയുന്നത് അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തല്ല, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ കോമൺ റീജൻ സാറ്റിസ്ഫൈഡ് ബൈ ദ ഇൻഇക്വാലിറ്റീസ് L1, L2, L3, L4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഈ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഫംഗ്ഷൻ ആയിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്? ഫസ്റ്റ് L1 ആണ് കൊടുത്തുള്ളത്. L1 എന്ന് പറഞ്ഞാൽ 3x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഗ്രേറ്റർ ദാൻ എന്നാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഒറിജിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും L1 വരുന്നുണ്ട്. L1 എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ഇങ്ങോട്ടേക്ക് അല്ല, ഒറിജിന് ഓപ്പോസിറ്റ് ആയിട്ടല്ല L1 വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ ബിയിലാണെന്നുണ്ടെങ്കിൽ L1 ഇതാണ് ഗ്രാഫ് പോയിട്ടുള്ളത് മുകൾ അപ്പർ പോർഷനിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആവാനും കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ താഴത്തേക്കല്ലല്ലോ ഏരിയ പോയിട്ടുള്ളത്, ഇതിന്റെ മുകളിൽ തന്നെയല്ലേ വന്നിട്ടുള്ളത്. L1ന്റെ മുകളിൽ തന്നെ അല്ലേ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബി ആവാനും സാധ്യത ഉണ്ട്, എ ആവാനും സാധ്യത ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ L1 ഇതാണ്. L1ന്റെ ഒറിജിന്റെ ഓപ്പോസിറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ ആണ്. അതിന്റെ ഒറിജിന്റെ ഭാഗത്ത് ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി എന്തായാലും അല്ല. ഞാൻ അടുത്ത് L2 നോക്കാം. L2 നോക്കുന്ന സമയത്ത് x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. L2 എന്താണ്? ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഗ്രേറ്റർ ദാൻ ആണ് വന്നിട്ടുള്ളത്. L2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിന്റെ ഭാഗത്തേക്ക് അല്ലല്ലോ ഷെയ്ഡ് പോയിട്ടുള്ളത്, ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ ഷെയ്ഡ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആവാനും ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ബി L2 എന്ന് പറഞ്ഞാൽ L2 ആവാൻ വേണ്ടിയിട്ട് L2ന്റെതും ഒറിജിന്റെ ഓപ്പോസിറ്റിൽ തന്നെയല്ലേ ഷെയ്ഡ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻ ഓപ്ഷൻ ബി ആവാനും കറക്റ്റ് ആണ്. L3 നോക്കാം. L3യും ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. L3 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനിന്റെ ഒറിജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. ഇതിലും L3 എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എയും ബിയും ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലെ? എയും ബിയും ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി അടുത്ത L4 നോക്കാം. L4 ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. L4 x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈൻ ആട്ടോ. ലെസ് ദാൻ ആണ് വന്നിട്ടുള്ളത്. ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരാം? ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരാം. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒറിജിൻ ആണ്. ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കാണ്. രണ്ടും പഠിച്ചൊക്കെ ഇത് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതിവിടെ ലെസ് ദാൻ ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒറിജിന്റെ ഭാഗത്തേക്ക്. L4 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമല്ലേ, ഈ ഭാഗത്തേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത് അല്ലെ. ഇതിന്റെ ഡൗൺ പോർഷനിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ ഈ ഭാഗത്തേക്ക് ഒന്നും ഷെയ്ഡ് വരില്ല. ബിക്കോസ് L1ന്റെ മുകളിലേക്ക് വരാൻ പാടുള്ളൂ, L4ന്റെ താഴത്തേക്ക് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രം ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ ബിന്റേത് L4 എന്ന് പറഞ്ഞാൽ മുകളിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി ദ റീജൻ ഇൻഡിക്കേറ്റ് ബൈ ദ ഷെയ്ഡിങ് ഇൻ ദ ഗ്രാഫ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇൻഇക്വാലിറ്റീസ്. ഇതിൽ ഏതാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇൻഇക്വാലിറ്റീസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ല, ഈ ഗ്രാഫ് ഫസ്റ്റത്തെ ഈ ഗ്രാഫാണ് വരുന്നത്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 ആണ്, വൈന്റെ വാല്യൂ 2 ആണ്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാം? 2. ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും വരാം. ലെസ് ദാൻ ആയിരിക്കും ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരാം. എക്സ് പ്ലസ് വൈ 2. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒറിജിന്റെ ഭാഗത്തേക്കാണ്. ഒറിജിന്റെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ അല്ല വരാം. അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. ഇതാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ 4 ആണ് വരുന്നത്, അല്ലെ ഇവിടെ 4 ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിന്റെ ഭാഗത്തേക്കാണ്, ഓപ്പോസിറ്റിലേക്കല്ല വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റിലേക്ക് വരുന്ന സമയത്ത് ഏത് സൈൻ ആയിരിക്കും വരാം? ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ ആയിരിക്കും വരാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതായിട്ട് മാച്ച് ആവുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ അങ്ങനെ മാച്ച് ആവുന്നത്? ഫസ്റ്റത്തെ ഓപ്ഷനിൽ ലെസ് ദാൻ ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തേതിൽ 2x എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2x ആയതുകൊണ്ട് ഓപ്ഷൻ എ അല്ല വരാം. ഇനി ഓപ്ഷൻ ബിയിൽ നോക്കുന്ന സമയത്ത് ഇതിൽ എക്സും വൈക്കും പകരം x1 x2 എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. x1 + x2 ആണെന്നുണ്ടെങ്കിൽ ബിയിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ x2 × x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് ഓപ്ഷൻ ബിയും അല്ല. ഓക്കെ അല്ല. ഇനി സിയിലേക്ക് വരുന്ന സമയത്ത് x1 + x2 ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ലെസ് ദാൻ അല്ല വരാം. ഒറിജിന്റെ ഭാഗത്തേക്കല്ലേ ഷെയ്ഡ് വന്നിട്ടില്ല, ലെസ് ദാൻ അല്ല വരാം. ഇതിൽ ഗ്രേറ്റർ ദാൻ അല്ല. അപ്പൊ ഓപ്ഷൻ സിയും അല്ല.
ഇനി ഡിയിലേക്ക് വരുന്ന സമയത്ത് x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി രണ്ടാമത്തേലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തത് എക്സും വൈയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 4 ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ 8 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലെ, 8 ആണ് അവരവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ 2x, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് x1 പ്ലസ് x2 is equal to 4 എന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ 8 ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇക്വേഷനിലുള്ള എല്ലാ നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ 4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 8 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഷെയ്ഡ് ആണ് നോക്കേണ്ടത്. ഈ ഷെയ്ഡിൽ ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കല്ല ഷെയ്ഡ് പോയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരാം, ഗ്രേറ്റർ ദാൻ എന്നായിരിക്കും വരാം. അവിടെ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ, ഫസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 2 ആണെന്ന് കിട്ടി. അതിന്റെ ഷെയ്ഡ് പോയിട്ടുള്ളത് ഒറിജിന്റെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ അത് ലെസ് ദാൻ ആയിട്ട് മാറി. ഇനി രണ്ടാമത്തത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ആയതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ ആയി മാറി. ഫസ്റ്റത്തെ ലെസ് ദാൻ, രണ്ടാമത്തത് ഗ്രേറ്റർ ദാൻ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് the common region indicate on a graph is expressed by the set of 5 inequalities. ഈ കോമൺ റീജൺ ഇതിൽ ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മളോട് ഗ്രാഫ് തന്നിട്ട് അതിന്റെ സൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് L1 വരുന്നത് y ആക്സിസ് ആണ്. y ആക്സിസിൻ്റെത് ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ, ഈ ഭാഗത്തേക്കല്ലേ അവർ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ ആയിരിക്കും ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരാം. y 0നേക്കാളും കൂടുതലാണെന്നാണ് കുറവാണ്, പോസിറ്റീവ് അല്ലേ. ഈ ഏരിയ ഈ ഫസ്റ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ വരുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ല വരാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈന്റെ വാല്യൂ 0നേക്കാളും കൂടുതലാണുള്ളത്. ഇവിടെ വൈക്കും എക്സിനും പകരം x1 എന്നും x2 എന്നും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ല, അങ്ങനെയാണെങ്കിൽ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സിയിൽ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി എന്തായാലും അല്ല. ഓക്കെ അല്ലേ. ഇനി അടുത്ത L2 എന്ന് പറഞ്ഞാൽ x1നാണ് L2 എന്ന് ഉദ്ദേശിക്കുന്നത്. x1 അതിന്റെ ഗ്രാഫ് അവർ മുകളിലേക്കാണ് ആരോ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതും ഈ ഓപ്ഷൻ എയും ബിയും സാറ്റിസ്ഫൈഡ് അല്ലേ. അപ്പോൾ എയോ ബിയോ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഞാൻ L3യിലേക്ക് നോക്കാം. L3ന്റെ ഗ്രാഫാണ് ഇത്. L3ന്റെ ഗ്രാഫിന്റെ ഷെയ്ഡ് പോയിട്ടുള്ളത് അപ്പർ പാർട്ടിലേക്കാണ്. ദാറ്റ് മീൻസ് ഈ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരാം. ഈ ഭാഗത്തേക്ക് ഷെയ്ഡ് വരാൻ മീൻസ് എന്താണ്, ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കല്ല ഷെയ്ഡ് പോയിട്ടുള്ളത്. ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് വരും. ഓപ്പോസിറ്റിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ L3 ഗ്രേറ്റർ ദാൻ എന്ന് വരും. ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എയിൽ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി എ അല്ല, ഓപ്ഷൻ ബിയിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആവാൻ സാധ്യത കൂടുതലാണ്. ഡി എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് L4ഉം L5ഉം കൂടി ചെക്ക് ചെയ്യാം. L4ന്റെ ഗ്രാഫാണ് ഇത്. L4ന്റെ ഗ്രാഫിൽ ഷെയ്ഡ് പോയിട്ടുള്ളത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും ഷെയ്ഡ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. L4ൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. L4ൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതും സാറ്റിസ്ഫൈഡ് ആണ് ഓപ്ഷൻ ബി. ഇനി L5ഉം കൂടി ചെക്ക് ചെയ്യുക. L5ന്റെ ഗ്രാഫാണ് ഇത്. ഇതിന്റെ ഷെയ്ഡ് വരുന്നതും ഓപ്പോസിറ്റ് ആണ്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരുന്നത്. മീൻസ് പോസിറ്റീവ് ഏരിയയിലേക്കല്ല ഷെയ്ഡ് പോയിട്ടുള്ള, നെഗറ്റീവ് ഏരിയ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഏരിയയിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഏരിയയിലേക്കാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് വരും. ഓപ്ഷൻ ഡിയിൽ ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ ആണ് അവരോട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും അല്ല, ഡി നൺ ഓഫ് ദിസ് ആയിരിക്കും വരാം. ഓക്കെ അല്ലേ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. The set of inequalities L1, L2, L3 കൊടുത്തിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ഈ തന്നിട്ടുള്ള ഈ ഇൻഇക്വാലിറ്റീസ് ഈ ഗ്രാഫിൽ ഇതിൽ ഏത് ഗ്രാഫായിട്ടാണ് മാച്ച് ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ L1 കൊടുത്തിട്ടുള്ളത് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. L1 പ്ലസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. L1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാഫ് വരുന്നത് അല്ലെ.
അതിൻ്റെത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോവുക? ഒറിജിന്റെ ഭാഗത്തേക്കല്ലേ? ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവും. ഒറിജിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, ഇതിൻ്റെത് ഈ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ L1 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെതും ഒറിജിന്റെ ഏരിയയിലേക്ക് തന്നെയാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആവാനും ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സിയിൽ L1ന്റെ ഓപ്പോസിറ്റ്, ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി L2ൽ നോക്കുന്ന സമയത്ത് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ലെസ് ദാൻ എന്നാണ് അവിടെ സൈൻ വന്നിട്ടുള്ളത്. ലെസ് ദാൻ എന്ന് പറയുന്ന സമയത്ത് ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക L2. ഇതിന്റെ ലൈന് L2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ഷെയ്ഡും എങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുള്ളത്? ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് നോക്കുന്ന സമയത്ത് L2 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അതിന്റെ ഗ്രാഫും ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എയും ബിയും ആവാൻ ചാൻസ് ഉണ്ട്. ഇനി L3യും കൂടി ഒന്ന് നോക്കാം. L3യിലേക്ക് വരുന്ന സമയത്ത് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 ആണ്. ഇവിടെ ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോവാ? ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. L3 എന്ന് പറഞ്ഞാൽ ഈ ലൈന്, ഈ ഗ്രാഫിൽ L3 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് പോയിട്ടുള്ളത് ഒറിജിന്റെ ഭാഗത്തേക്കല്ല, ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഓപ്ഷൻ എ തെറ്റാണ്. ഒറിജിന്റെ ഭാഗത്തേക്കല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഷെയ്ഡ് പോയിട്ടില്ല. നമുക്ക് ചോദിച്ചിട്ടുള്ള ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരാം. അപ്പൊ ഓപ്ഷൻ എ അല്ല. പിന്നെ ഓപ്ഷൻ ബിയിലൊക്കെ വരുന്ന സമയത്ത് L3 എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന്റെ ഷെയ്ഡും പോയിട്ടുള്ളത് ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഈ ചാപ്റ്റർ പറഞ്ഞത് മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പക്ഷെ ഗ്രാഫ് വരയ്ക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യന് ചോദിക്കൂല. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അത് ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കേണ്ടത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രാഫിൽ ഫീസിബിൾ ഏരിയ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ കോമൺ റീജൻ, ഈ മൂന്നും പറയുന്നത് സെയിം സാധനത്തിന് തന്നെയാണ്. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ളൊരു സൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കായിരിക്കും ഷെയ്ഡ് പോകും. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ 0 വരുന്നതിനാണ് ഒറിജിൻ എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റിലേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ട്. ഒരു ഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിലേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിന്റെ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇത്ര ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ.